നമുക്കൊരു കലണ്ടർ ചെയ്യാം. അതേ പോയി ഇല്ല മറിയാത്ത കലണ്ടർ തന്നെ ചെയ്യാം. പേപ്പർ എടുക്കുക, ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ പോട്ടിന്റെ രണ്ട് സൈഡിലോട്ടായി. ഈ ഒരു പോട്ട് ഷേപ്പിലുള്ള കലണ്ടർ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. കുറെ പേജസിലൊക്കെ ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ DIY കലണ്ടർ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് വേറെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കലണ്ടറും കൂടെ ചെയ്യാം. കലണ്ടർ ചെയ്യുമ്പോൾ ഈ ഡേയ്സ് ആൻഡ് മന്ത്സ് കുത്തിയിരുന്ന് എഴുതുന്നതാണ് ഏറ്റവും മെനക്കെട്ട പരിപാടി. എഴുതുമ്പോൾ എങ്ങനെയാണെങ്കിലും തെറ്റിപ്പോവും, അത് ഉറപ്പാണ്. എന്റെ ഫെബ്രുവരി ആണെങ്കിൽ ഞാൻ 3 തവണയാണ് എഴുതേണ്ടി വന്നത്. അപ്പോൾ ഡേയ്സും മന്ത്സും ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേറെ ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക. ഇതുപോലെ ഇഷ്ടമുള്ള കുറച്ച് ഫ്ലവേഴ്സോ എന്തെങ്കിലും ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. അപ്പൊ ഫ്ലവേഴ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഒരിടത്ത് ലീഫ് ഒരിടത്ത് അങ്ങനെ വരച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് 12 മന്ത്സിലേക്ക് 6 ഫ്ലവറും 6 ലീഫും ആണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഒട്ടിക്കുമ്പോൾ ആദ്യം ഫ്ലവർ പിന്നെ ലീഫ് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു പോട്ടിലിരിക്കുന്ന പോലെ തന്നെ തോന്നും. അതിനുശേഷം കലണ്ടർ വെക്കാനുള്ള സ്റ്റാൻഡിനായിട്ട് ഒരു കട്ടിയുള്ള പീസ് ഓഫ് പേപ്പറോ കാർഡ്ബോർഡോ ഒന്ന് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കലണ്ടർ അങ്ങോട്ട് വെക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.